ഇന്ന് ഡിസ്കസ് പോകുന്നത് പൈതൺ ബൂളിയൻ ആൻഡ് പൈതൺ സെറ്റാണ്. പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തുള്ള രണ്ട് ഡാറ്റ ടൈപ്പുകളാണ്, ഒന്ന് പൈതൺ ബൂളിയനും മറ്റൊന്ന് പൈതൺ സെറ്റും. അപ്പോൾ നമുക്ക് ആദ്യം പൈതൺ ബൂളിയൻ എന്താണെന്ന് നോക്കാം, പിന്നെ പൈതൺ സെറ്റ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് പൈതൺ ഡാറ്റ ടൈപ്പുകൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് ഡാറ്റ ടൈപ്പുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആദ്യം തന്നെ ഡാറ്റ ടൈപ്പ് നമ്പർ ഡിസ്കസ് ചെയ്തു, അതിനകത്തുള്ള ഇൻറ്റ് ഫ്ലോട്ട് എന്നുള്ള കൺസെപ്റ്റുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സീക്വൻസ് ടൈപ്പിലേക്ക് വന്നു. അതിനകത്ത് ആദ്യം സ്ട്രിങ് ഡിസ്കസ് ചെയ്തു, പിന്നെ ലിസ്റ്റ് ഡിസ്കസ് ചെയ്തു, പിന്നെ ടപ്പിൾ ഡിസ്കസ് ചെയ്തു, പിന്നെ നമ്മൾ ഡിക്ഷണറി ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഒരുപാട് കൺസെപ്റ്റുകൾ നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ബൂളിയനാണ് നോക്കാനുള്ളത്. നിങ്ങൾ മറ്റു പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തും ഈ ബൂളിയൻ എന്നുള്ള ടൈപ്പ് പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ഈ ബൂളിയൻ എന്ന് പറയുന്നത്? ബൂളിയൻ ടൈപ്പ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ ബൂളിയൻ ഡാറ്റ ടൈപ്പ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്ന അത്തരം കേസുകളാണ്. അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിരിക്കാം ഒന്നുകിൽ, അല്ലെങ്കിൽ അത് ഫാൾസ് ആയിരിക്കാം. അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ട്രൂവും ഫാൾസും അതായത് ബൂളിയനൊക്കെ യൂസ് ചെയ്യുന്നത്. ബൂളിയൻ ടൈപ്പ് പ്രൊവൈഡ് ടു ബിൽറ്റ് ഇൻ വാല്യൂസ് ട്രൂ ആൻഡ് ഫാൾസ്. ഈ ബൂളിയൻ ടൈപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് വാല്യൂസാണ്, ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്നുള്ളത്. ഈ രണ്ട് വാല്യൂസുമാണ് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ബൂളിയൻ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഡിനോട്ട് ചെയ്യുന്ന ക്ലാസ്സാണ് ബൂൾ. അപ്പോൾ ട്രൂ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു നോൺ സീറോ വാല്യൂ വെച്ചിട്ട് അല്ലെങ്കിൽ ടി വെച്ചിട്ട്, ഫാൾസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു സീറോ വെച്ചിട്ട് അല്ലെങ്കിൽ എഫ് വെച്ചിട്ട്. അപ്പോൾ എന്താണ് ബൂളിയൻ? ബൂളിയൻ എന്ന് പറയുന്നത് ഒരു ഡാറ്റ ടൈപ്പാണ്. പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പാണ്. അതിനകത്ത് രണ്ട് ബിൽറ്റ് ഇൻ വാല്യൂസ് ഉണ്ട്, ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. നമ്മൾ പൈതണിനകത്ത് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബൂളിയൻ യൂസ് ചെയ്യുന്നത്. ക്ലാസ് ബൂളാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ട്രൂ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് നോൺ സീറോ വാല്യൂ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടി എന്നും യൂസ് ചെയ്യാം. ഫാൾസ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകിൽ സീറോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എഫും യൂസ് ചെയ്യാം. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പൈതൺ പ്രോഗ്രാം ടു ചെക്ക് ദ ബൂളിയൻ ടൈപ്പ്. നമുക്ക് ബൂളിയൻ ടൈപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് നോക്കുന്നത്. ആദ്യം പ്രിൻറ്റ് ടൈപ്പ് ട്രൂ, അതായത് ടൈപ്പ് ട്രൂവിൻ്റെ ടൈപ്പ് ഏതാണ്, ഏത് ക്ലാസ്സാണ് അത് ഡിനോട്ട് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് എന്താണ്? ക്ലാസ് ബൂളാണ്. പ്രിൻറ്റ് ടൈപ്പ് ഫാൾസ്, അതും എന്താണ്? ക്ലാസ് ബൂളാണ്. പിന്നെ അടുത്ത പോയിൻ്റ് എന്താണ്? പ്രിൻറ്റ് ഫാൾസ് എന്നാണ്. ഒരിക്കലും നമ്മൾ ഈ ബൂളിയൻ ഡാറ്റ ടൈപ്പിന് നമ്മളിങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ഡിഫൈൻ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് എന്ത് വന്നിട്ടുള്ളത്? എറർ വന്നിട്ടുള്ളത്. നെയിം എറർ, നെയിം ഫാൾസ് ഈസ് നോട്ട് ഡിഫൈൻ. കേട്ടോ, അത് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. കാരണം എന്താണ്? അതിൻ്റെ കറക്റ്റ് സിൻറ്റാക്സ് അതല്ല. അടുത്ത സെറ്റ് നമുക്ക് നോക്കാം. പൈതൺ സെറ്റ് ഈസ് അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് ഡാറ്റ ടൈപ്പ്. ഈ സെറ്റ് എന്ന് പറയുന്നത് അൺഓർഡേർഡ് ആയിട്ടുള്ളൊരു കളക്ഷനാണ്. അതിനകത്തുള്ള ഡാറ്റ നമുക്ക് ഒരിക്കലും ഓർഡേർഡ് ആയിട്ടല്ല കിട്ടുക. അതിൻ്റെ ഡാറ്റ ടൈപ്പിനനുസരിച്ച് ഒന്നും ഒരു പെർട്ടിക്കുലർ ഓർഡർ കീപ്പ് ചെയ്യുന്നില്ല. ഇറ്റ്സ് എൻ അൺഓർഡേർഡ് കളക്ഷൻ. മാത്രമല്ല അത് ഐറ്ററബിൾ ആണ്, മ്യൂട്ടബിൾ ആണ്, ആൻഡ് ഹാസ് യുണീക്ക് എലമെൻറ്റ്സ്. അതായത് നമുക്കത് ഐട്രേറ്റ് ചെയ്യാൻ കഴിയും, പിന്നെ മോഡിഫൈ ചെയ്യാൻ കഴിയും. അതാണ് മ്യൂട്ടബിൾ കൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് യുണീക്ക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടായിരിക്കുകയും ചെയ്യും. പിന്നെ സെറ്റിനകത്ത് അതിൻ്റെ എലമെൻറ്റ്സിൻ്റെ ഓർഡർ ഇന്നതാണെന്നൊരിക്കലും ഡിഫൈൻ ചെയ്യുന്നില്ല, അത് അൺഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ടൈമിൽ നമ്മൾ ചെയ്യുമ്പോഴുള്ള ആ ഒരു സീക്വൻസ് ആയിരിക്കില്ല നെക്സ്റ്റ് ടൈമിൽ കിട്ടുക. സീക്വൻസ് ചിലപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ടാവും. ദ സെറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ യൂസിങ് ബിൽറ്റ് ഇൻ ഫങ്ഷൻ സെറ്റ്. നമുക്ക് ഈ സെറ്റ് എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു കളക്ഷനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്കൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാം, സെറ്റ് എന്ന് പറഞ്ഞിട്ട്. അതല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് സീക്വൻസ് ഓഫ് എലമെൻറ്റ്സ് ഒരു കേളി ബ്രേസിനകത്ത് കോമയൊക്കെ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് അങ്ങോട്ട് സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും ഒരു സെറ്റായിട്ടാണ് ഫോം ചെയ്യുക. ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ വേരിയസ് ടൈപ്പ് ഓഫ് വാല്യൂസ്. ഇതിനകത്ത് വേരിയസ് ടൈപ്പിലുള്ള വാല്യൂസ് പോസിബിളാണ്. അപ്പോൾ എന്താണ് സെറ്റ്? സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺഓർഡേർഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. അതിനകത്ത് ഏത് ഡാറ്റ ടൈപ്പിലുള്ള ഡാറ്റയും പോസിബിളാണ്. അതൊക്കെ മോഡിഫൈ ചെയ്യാൻ കഴിയും, മ്യൂട്ടബിളാണ്, യുണീക്ക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. പിന്നെ ഇതിനകത്ത് ഓർഡർ ഇന്ന രീതിയിൽ വേണമെന്നൊന്നും ഡിഫൈൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ സീക്വൻസ് ഓഫ് എലമെൻറ്റ്സ് ചേഞ്ച് ചെയ്യും. ഒരു സമയത്തുള്ള മോഡലാവില്ല, വേറൊരു സമയത്ത്. നമുക്ക് എക്സാമ്പിൾ കാണുമ്പോൾ
മനസ്സിലാവും. പിന്നെ നമ്മൾ സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആയിട്ടുള്ള സെറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ്. അതല്ലെങ്കിൽ നമുക്ക് സീക്വൻസ് ഓഫ് എലമെൻറ്റ്സിന് നമുക്ക് കേളി ബ്രേസിൽ ഇട്ടിട്ട് സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്ത് കൊടുത്താലും അതൊരു സെറ്റായിട്ട് ഫോം ചെയ്യും. പിന്നെ ഇതിനകത്ത് പല ടൈപ്പിലുള്ള ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസിന് യൂസ് ചെയ്യാനും കഴിയും. ഇനി നമുക്ക് സെറ്റിൻ്റെ ചെറിയ പ്രോഗ്രാംസ് നോക്കാം. ആദ്യം നമ്മൾ ഒരു എംപ്റ്റി സെറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെറ്റ് 1 ഈക്വൽ ടു സെറ്റ്. എന്തിനാണ് ഇത് യൂസ് ചെയ്തത്? നമുക്കൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തൊരു സെറ്റും ക്രിയേറ്റ് ചെയ്തു. സെറ്റ് 2 ഈക്വൽ ടു ജെയിംസ്, 2, 3, പൈതൺ. കുറച്ച് ഡാറ്റ വാല്യൂസ് കൊടുത്തിട്ട് നമ്മൾ സെറ്റ് 2ഉം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ 2 സെറ്റുകൾ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, സെറ്റ് 1ഉം സെറ്റ് 2ഉം. ഇനി പ്രിൻറ്റിങ് ദ സെറ്റ് വാല്യൂ. നമുക്ക് സെറ്റിലുള്ള വാല്യൂസ് പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് സെറ്റ് 2, അതായത് സെറ്റ് 2 ആണ് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞത്. കണ്ടോ, 3, പൈതൺ, ജെയിംസ് 2. അതാണ് ഔട്ട്പുട്ട് വന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് 2 പറഞ്ഞാണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്തത് ജെയിംസ് ഫസ്റ്റ്, പിന്നെ 2, പിന്നെ 3, പിന്നെ പൈതൺ എന്നാണ്. പക്ഷേ പ്രിൻ്റ് ചെയ്തപ്പോൾ വന്നത് കണ്ടോ, 3, പൈതൺ, ജെയിംസ് 2. അതാണ് ഈ സെറ്റിൻ്റെ പ്രത്യേകത. നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതൊരു അൺഓർഡേർഡ് ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു ടൈമിൽ ഒരു ഓർഡറിലായിരിക്കും വരിക, നെക്സ്റ്റ് ടൈമിൽ വേറൊരു ഓർഡറിലൊക്കെ ആയിരിക്കും വരിക. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് യുണീക്കായിട്ട് ഇന്നൊരു ഓർഡർ ആണെന്ന് പറയാൻ പറ്റില്ല, ചേഞ്ച് ആവും. പിന്നെ അടുത്ത പോയിൻ്റ് ആഡിങ് എലമെൻറ്റ് ടു ദ സെറ്റിയുടെ എലമെൻറ്റ് ആഡ് ചെയ്യാണ്. സെറ്റ് 2 ഡോട്ട് ആഡ് 10 പ്രിൻറ്റ് സെറ്റ് 2. അതായത് നമ്മൾ സെറ്റ് 2ലേക്ക് ഒരു 10നെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ സെറ്റ് 2നെ പ്രിൻറ്റ് ചെയ്യാണ്. പൈതൺ, ജെയിംസ്, 3, 2, 10. കണ്ടോ, 10നെ നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോഴും വീണ്ടും ഓർഡർ മാറി. കണ്ടോ, അതായത് നമ്മൾ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞത് ഓരോ ടൈമിൽ ഓരോ ഓർഡറിലാണ് വരിക. ഓക്കെ, അപ്പോൾ 10 ഏതായാലും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി റിമൂവിങ് എലമെൻറ്റ് ഫ്രം ദ സെറ്റ്. നമുക്ക് സെറ്റിനകത്തുള്ള ഒരു എലമെൻറ്റ് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. അതാണ് സെറ്റ് 2. സെറ്റ് 2 ഡോട്ട് റിമൂവ് 2 പ്രിൻറ്റ് സെറ്റ് 2. എന്താ അതിനകത്ത് നടന്നത്? ഈ ഒരു സെറ്റിലുള്ള 2 എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻറ്റിനെ നമ്മൾ റിമൂവ് ചെയ്തു. എന്നിട്ട് വീണ്ടും നമ്മൾ സെറ്റിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ എന്താ ഔട്ട്പുട്ട് കിട്ടുക? പൈതൺ, ജെയിംസ്, 3, 10. കണ്ടോ, 2 അതിനകത്തില്ല. പക്ഷേ ഓർഡർ ഓരോ ടൈമിൽ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇവിടെ പിന്നെ ഓർഡർ കറക്റ്റ് നേരത്തെ വന്ന പോലെ തന്നെയാണ്. പക്ഷേ ഓരോന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഐറ്ററേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഡറിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റുകളാണ്. പക്ഷേ ഏത് കൺസെപ്റ്റ് എത്ര സിമ്പിളാണ്, തിയററ്റിക്കലി സിമ്പിളാണെങ്കിലും നമ്മൾ പ്രോഗ്രാം ലെവലിലേക്ക് വരുമ്പോൾ പല കോംപ്ലിക്കേഷൻസും പല പ്രോഗ്രാംസും ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ബൂളിയൻ ഡിസ്കസ് ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ സെറ്റ് ഡിസ്കസ് ചെയ്തു. ഓരോന്ന് ഡിസ്കസ് ചെയ്യുമ്പോഴും എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും, സ്ട്രിങ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന പോലെ എങ്ങനെ സെറ്റ് ഹാൻഡ്ലിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരിക്കും ഒരു പ്രാവശ്യം വരുമ്പോൾ ഒരു രീതിയിൽ, വേറെ പ്രാവശ്യം വരുമ്പോൾ വേറെ രീതിയിൽ, അങ്ങനെയാണ് ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡാറ്റ ടൈപ്പുകളെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ഓരോ ഡാറ്റ ടൈപ്പുകളും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് തന്നെ ചെയ്യാൻ കാരണം ഓരോ കൺസെപ്റ്റുകളും ക്ലിയർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. നമ്പർ ഡിസ്കസ് ചെയ്തു, സീക്വൻസ് ടൈപ്പിൽ സ്ട്രിങ്, ലിസ്റ്റ്, പിന്നെ വന്നിട്ട് ടപ്പിൾ ഒക്കെ ഡിസ്കസ് ചെയ്തു, പിന്നെ ഡിക്ഷണറി ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ബൂളിയൻ, സെറ്റ്, ഒരുപാട് കൺസെപ്റ്റുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺസെപ്റ്റുകളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.